കള്ളസാക്ഷിയാ പറയുന്നു തോന്നുന്നു. നിയമം അങ്ങനെ തന്നെ. എന്താണാവോ ശിക്ഷ? ഇന്നലെ വൈകുന്നേരത്തും ഞാൻ മേന്നെ കണ്ടിരുന്നു. വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാ തോന്നിയത്. ഞങ്ങൾ തമ്മിൽ എടവ് പോടുമെന്ന് വിളിക്കാനുള്ള അടുപ്പമുണ്ട്. പക്ഷെ എനിക്കിപ്പോഴും പല കാര്യങ്ങളും പുള്ളിയെ മനസ്സിലായിട്ടില്ല. സെഷൻസ് കേസ് 32/83 അതിരമ്പാല തോമസ് കുട്ടി മകൻ പൗലോസ് കുട്ടി. I have already found the accused guilty of the offence under section 302 IPC, and he has been heard on the quantum of punishment. And since I find that there is no ground for leniency to be shown in this case, I hereby order that he should be hanged until he is dead. എന്തായി കാണിക്കുന്നു? ഒരു കണ്ണാടി അവന് ഇതിൽ തന്നെ കേൾക്കാൻ വയ്യ. മാറങ്ങോട്ട്. ആ എല്ലാവരും ഓർലിക്സ് കുടിക്ക്. എനിക്ക് ഓർലിക്സ് വേണ്ട. എന്താ ശാരിമക്ക് പിന്നെ എന്താ വേണ്ടത്? എനിക്ക് ചായ മതി. ഓഹോ, മോൾക്ക് ചായ മതിയോ? ഇപ്പൊ ഓർലിക്സ് കുടിക്കേട്ടാ. കുഞ്ഞമ്മയുടെ മോള് മിടിക്കല്ലേ? എന്റെ സുഖം കഴിക്കുന്നതിന് മുമ്പേ നമുക്ക് കുടിച്ചു നിർത്തണം കേട്ടോ. എന്താ മോളെ, നിനക്ക് ഈ തലമുടിയെല്ലാം ഒന്ന് ചീ കെട്ടിക്കൂടെ? മിടിക്ക്. ഹായ്, ഡാഡി വന്നു. സർ, sir.
ഗുഡ് ബൈ. എന്താ? ഒന്നുമില്ല, വെറുതെ. പിന്നെ ഡാഡി വന്നോ നോക്കിയതാ. അതിനിങ്ങനെ പാത്തും പതുങ്ങിയൊക്കെയാണോ നോക്കുന്നത്? എന്നിട്ട് നോക്കിയോ? ഡാഡി വന്നു എന്നും കണ്ടില്ലേ? പിന്നെന്താ? എന്നാ ഡാഡി വന്നു. ഇനി മുതൽ ദിവസവും ഇവിടെ കാണുകയും ചെയ്യും. അത് പോയി നന്നായിട്ട് പ്രചരിപ്പിച്ചോളൂ. പൊയ്ക്കോ പൊയ്ക്കോ. കോടതി പോക്കൊക്കെ നിർത്തി, അവസാനിപ്പിച്ചു. എന്താ പറഞ്ഞത്? ഇനി കോടതിയിലേക്കില്ല എന്ന്. ബാക്കിയുള്ള മാസങ്ങള് ലീവായിട്ടോ രാജിയായിട്ടോ എന്ത് വേണോ വഴി തള്ളിക്കോട്ടെ. അങ്ങനെ ഒരു ഉദ്ദേശം ഉള്ളതായിട്ട് നേരത്തെ പറഞ്ഞില്ലല്ലോ. ഓ, എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞിട്ടേ ആകാവൂ എന്നോ? ഇല്ലല്ലോ. ആ ചാപ്റ്റർ ഞാൻ അവസാനിപ്പിച്ചു. ഇന്നുകൂടി ഒരുത്തിനെ തൂക്കാൻ വിധിച്ചു. അറിയോ? ആരെ? ആ പാവം പൗലോസ് കുട്ടിയോ? പാവം പൗലോസ് കുട്ടിയല്ല, പ്രതിയെ. റിട്ടയർ ചെയ്ത് ഇറങ്ങിപ്പോരാൻ കാലത്ത് ബാലഗംഗാധര മേനോൻ പൗലോസ് കുട്ടിയെ എന്തിനാ തൂക്കാൻ വിധിച്ചത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം. 9 പേരെ ഇതിനു മുമ്പ് തൂക്കിയില്ലേ? എന്നാ പിന്നെ ഒന്നും കൂടി ചേർത്ത് 10 എണ്ണം തികയ്ക്കാനോ? ചോദിക്കുന്നവർക്ക് എന്തും ചോദിക്കാം. പൗലോസ് കുട്ടിയുടെ ശിക്ഷയിൽ ഇളവ് കേട്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പുള്ള 9 പേരുടെ കാര്യത്തിലും ഇളവ് കേട്ടാമായിരുന്നില്ലേ? അല്ല അല്ല, 9 പേരെ തൂക്കി. എങ്കിൽ പിന്നെ 10 എണ്ണം കൂടി ആയാലെന്താ? എന്താ തെറ്റ്? എന്താ തെറ്റ്? പക്ഷെ ഇതൊന്നും ഞാനല്ലല്ലോ ചെയ്യുന്നത്. ദി ലോ ഡിമാൻഡ്സ്. ഞാൻ അനുസരിക്കുന്നു, അത്രമാത്രം. ഞാൻ നിയമത്തിന്റെ ഒരു 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 എന്താ പറയാ, പ്രതിപുരുഷൻ. അതാ അതിന്റെ എക്സാക്ട് വേർഡ്. ആജ്ഞാനുവർത്തിയായ പ്രതിപുരുഷൻ. അല്ല, ഞാനിപ്പോ ഇതൊക്കെ തന്നോട് പറയുന്നത് തനിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, അതുകൊണ്ടാ. എന്താ തന്റെ ഒരു അഭിപ്രായം? എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ തോന്നിയ അഭിപ്രായമാണോ പറയുന്നത്? അയ്യോ, ഒന്ന് പതുക്കെ. മനസ്സിലായിട്ടുണ്ട്. വേണ്ട ശരിമോളെ, ഫുഡ് വേസ്റ്റ് ചെയ്യാതെ. ശാന്താമേ, കുഞ്ഞു പറഞ്ഞു കേട്ടില്ലേ? ചിക്കൻ. Stop it! Don't do it! Stop that!
നിൽക്കൂ. ശരീരത്തിലെ ഉന്തും മൊഴിയൊക്കെ തള്ളിച്ചുകൊണ്ടിങ്ങനെ വൃത്തികെട്ട വേഷത്തിൽ നടക്കുന്നത് ആണുങ്ങളെ വശീകരിക്കാനാ അല്ലേ? എന്തൊക്കെയാ പറയുന്നത്? പ്രായമായ കുട്ടികളോട് സംസാരിക്കാനില്ലേ ഒരു രീതിയൊക്കെ? അവരെന്താന്ന് വെച്ചാൽ ധരിച്ചോട്ടെ. അല്ലെങ്കിൽ അവളെ എന്തിനാ കുറ്റം പറയുന്നത്? ഇതല്ലേ ഇനം. വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ കോലം നീയും കിട്ടിയ മനസ്സിലിരിപ്പ് അതായത് കൊണ്ടല്ലേ സപ്പോർട്ട് ചെയ്യാൻ എത്തുന്നത്. ഗുഡ് മോർണിംഗ് എവരിബഡി. സുഖനല്ലേ? എന്താ കണ്ടിട്ട് വല്ല അസുഖം ഉണ്ടോന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അഥവാ ഇനി അസുഖമാണെന്ന് തന്നെ വെക്കുക. എന്താ ചികിത്സിക്കാൻ വല്ല ഭാവമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല, ചുമ്മാ. ആ വരും മോഹൻ, ഇരിക്കൂ. പുള്ളി എന്താ മൂടോട്ടാൻ തോന്നുന്നു? ആ, ഞാൻ ആ കാസറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര സ്ഥലത്ത് തപ്പിയിട്ടാണോ ഞാനിവിടെ സംഘടിപ്പിച്ചത്? റിയലി? ആ, താങ്ക് യു വെരി മച്ച്. വരും, നമുക്ക് അകത്ത് പോയി കേൾക്കാം. ഏയ്, ആ പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് നമ്മുടെ മറ്റേ ഈ ചേച്ചി അങ്ങനെ വന്ന് കണ്ട എനിക്ക് ദേഷ്യം എന്നെ പറഞ്ഞു. ചുമ്മാ അല്ല, ചുമ്മാ വരുന്നേ. വരൂ 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 വരൂ. ഞങ്ങൾ ചുമ്മാ തമാശക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നു. അങ്കിൾ കാപ്പി ചോക്ലേറ്റ് എവിടെ? അയ്യോ, അങ്കിൾ മറന്നുപോയല്ലോ മോളെ. അതൊന്നുമല്ല. എന്തേ? കുഞ്ഞമ്മയെ കാണാൻ വരുമ്പോഴൊക്കെ അങ്കിളിന്റെ കയ്യിൽ കാഡ്ബറി ചോക്ലേറ്റ് കാണുമല്ലോ. എന്തിന്? വെറുതെ ഞങ്ങൾ മണിയടിക്കാനായിരിക്കും. അങ്കിൾ ഇങ്ങോട്ട് താ, ഞാൻ തരാം. എന്താ ഇവിടെ? കോഫി. ആ, മോഹൻ റിസപ്ഷന് വരുന്നില്ലേ? ഏത് റിസപ്ഷൻ? ഡാഡി റിട്ടയർ ചെയ്തതിന്റെ റിസപ്ഷൻ. അതല്ലേ മമ്മിക്ക് ഇത്ര ഉഷ. മാത്രമല്ല, അതിൽ കുഞ്ഞമ്മയൊരു ഡാൻസ് പ്രോഗ്രാം കൂടി ഉണ്ട്. എന്നാ ഞാൻ റെഡി. Don't eat that much. Hello. Congratulations. Thank you. How is your husband? Fine, thanks. That's good. Hello. How is your dad? Hi, how are you? I'm fine. മതി മതി. My dear Menon. I don't enjoy much. How is your profession? Hi, when did you come from Switzerland? ലീഗൽ പ്രൊഫഷണലിൽ 25 നീണ്ട വർഷങ്ങളുടെ സ്തുത്യർഹവും അഭിമാനകരവുമായ സർവീസ്. What do you call it? Yes, a glorious, creditable record. We are so proud of you, Mr. Menon. Thanks for the compliment. With a slight disagreement. 25 കൊല്ലം ഞാൻ ഈ പ്രൊഫഷൻ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ.
What about a drink? No, I will have a plain soda. Okay. పద సద పద సరి గరి సరి గ పద 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 సద పద పద రి సా పద సద పద సరి గరి సరి గ పద 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 సద పద పద రి సా Ladies and gentlemen, your kind attention, please.
Well, I stand before you all with folded hands to thank one and each of you for having accorded me this very grand reception, and that too on this very auspicious day. I will ever consider today as one of the most memorable days in my life. Thank you. പക്ഷേ ഈ 9 പേരെ തൂക്കാൻ വിധിച്ചതും പോരാണ്ട് ഇറങ്ങിപ്പോരാൻ നേരത്ത് 10ാമതൊരാളെ കൂടി കഴുമരത്തിലേക്ക് പറഞ്ഞു വിടേണ്ടി വരിക എന്ന് പറയുന്ന ഗതികേടുണ്ടല്ലോ, മനസ്സിന്റെ എല്ലാ സമനിലയും തെറ്റിക്കുന്ന ഏർപ്പാടാണ്. നിങ്ങളാരും 10 പേരെ മരണത്തിന് തൂക്കാൻ വിളിച്ചിട്ടില്ലല്ലോ. ഓ, വിധിക്കുന്നവനെ അതിന്റെ ടെൻഷൻ മനസ്സിലാവൂ. തെളിവുകളെ, സാഹചര്യ തെളിവുകൾ, അതാണ് പലപ്പോഴും വിധിക്ക് അവലംബം. അങ്ങനെ 10 പേരെ തൂക്കുമരത്തിലേക്ക് വിടേണ്ടി വരിക എന്താ ചെറിയ കാര്യമാണോ? യാതൊരു സ്വസ്ഥതയും ഇല്ലാതായപ്പോ ഇറങ്ങിപ്പോന്നു. പക്ഷേ ഓരോ വിധിയുടെയും ശാപങ്ങൾ നിഴല് പോലെ പിന്നാലെ കൂടിയിരിക്കുക. മനസ്സിന്റെ സമനില തെറ്റും, ആരുടെ ആയാലും. തെറ്റിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതിനൊക്കെ പുറമെ വീട്ടിലെ കാര്യങ്ങളോ ഒന്നും പറയാണ്ടിരിക്കാ ഭേദം. ഈ മൊത്തത്തിൽ കുടുംബം എന്ന് പറയുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, തീരെ ശരിയല്ല. ആകെ കുത്തഴിഞ്ഞു കിടക്കുക. അല്ല, അതിപ്പോ ആരുടെ കുറ്റമെന്നാ പറയണ്ടേ? കൂടെ ചേർന്നവരുടെ ഗുണമായിരിക്കും, അല്ലാണ്ട് Go and get him. Go. എല്ലാം കൂടി ആവുമ്പോ അല്പം ഭ്രാന്ത് വന്നാൽ തന്നെ ഒരു അത്ഭുതവുമില്ല. But you know, I am absolutely normal. Absolutely normal. Nene. No. But even though, No, I want to think. no. നാണം കേടാണ്. What are you? No, no. ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. You behave yourself. You behave yourself. You're spoiling the whole thing. No, no. എന്തായി കാണിക്കുന്നത്? I will come. നടക്കാം. See what all this kind of lady. നടക്കാൻ. ഇരിക്കൂ. മേനോൻ, താൻ നാളെ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. നമുക്ക് ആ ഡോക്ടർ ചെറിയാനെ ഒന്ന് കാണണം. Why? അതെന്തെങ്കിലും ആകട്ടെ, താൻ നാളെ എന്റെ കൂടെ വരുന്നു. No. അയാളൊരു എക്സെൻട്രിക് ആണ്, ഞാൻ വരുന്നില്ല. മേ ബി ഹീസ് ആൻ എക്സെൻട്രിക്, പക്ഷെ അയാളുടെ എക്സ്പെർട്ട് സൈക്കാട്രിസ്റ്റ് ആണ്. So what? ഇവരൊരു സൈക്കാട്രിസ്റ്റ് ആവശ്യമാർക്ക? ആർക്കാ ഇവിടെ ഭ്രാന്ത്? ഇടുവോ, അതല്ല. തന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പ്രോബ്ലംസ് ഉണ്ടെന്ന് തന്നോട് ആരാ പറഞ്ഞത്? ഹൂ? താൻ ഈ കൊച്ചു കുട്ടികളെ പോലെ കിടന്ന് തർക്കുത്തരം പറയാതെ തന്നെ അലട്ടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ വേണ്ടാത്ത ചിന്തകളും തോന്നലുകളുമാണ് തന്റെ പ്രോബ്ലം. ഡോക്ടർ ചെറിയാനെ കണ്ടാൽ അയാൾക്ക് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം സാക്ഷി ചെയ്യാനാവും. അതിന്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ടെങ്കിലോ? ഓഹോ, അത് ശരി. വരുന്നതിനെന്താ? ഡോക്ടർ ചെറിയാനല്ല, ആരായാലും എനിക്കൊന്നുമില്ല. എവിടെയും സത്യം ഞാൻ തുറന്നു പറയും. I have nothing to hide. ഡോക്ടർ ചെറിയാനെ നിൽക്കുമ്പോൾ ഞാൻ എന്താ പേടിക്കുമെന്ന് കരുതുന്നുണ്ടോ? നോ, നെവർ. എടോ, തനിക്കറിയാമോ, ഞാൻ 10 പേരെ തൂക്കിയില്ലേ? അതിൽ 4ാമത്തെ ഒരുത്തൻ ഒരു ഡോക്ടറായിരുന്നു, ഒരു റാസ്കൽ. Come on, tell me. ഡോക്ടർ ചെറിയാൻ, സത്യത്തിൽ എനിക്ക് ഭ്രാന്തുണ്ടെന്നുള്ള മറ്റുള്ളവരുടെ ഈ തോന്നലുണ്ടല്ലോ. That's my real problem. No. Don't think like that. മനസ്സിൽ മുഴുവൻ ശാപത്തിന്റെ ഭാരമാണ്. എവിടെ നോക്കിയാലും കുറ്റപ്പെടുത്തുന്ന നിഴലുകളും. മനുഷ്യരല്ലേ, കുറച്ചൊക്കെ ഡിസ്റ്റർബ്ഡ് ആയി പോകും.
പക്ഷെ അപ്പോഴേക്കും ഭ്രാന്താണെന്ന് പറഞ്ഞ് സൈക്യാട്രിസ്റ്റിനെ മുന്നിൽ കൊണ്ടുവിടാനാണ് എല്ലാവർക്കും ധൃതി. ഞാനൊരു സൈക്കാട്രിസ്റ്റ് മാത്രമല്ലല്ലോ, മിസ്റ്റർ മേനോന്റെ അടുത്തൊരു സ്നേഹിതനും കൂടിയല്ലേ. Then why do you bother? ചിലപ്പോൾ എനിക്ക് മിസ്റ്റർ മേനോനെ സഹായിക്കാൻ കഴിഞ്ഞെങ്കിലോ? സഹായിക്കും. എടോ ഡോക്ടറെ, 2 ഇഞ്ചക്ഷനും 5-6 ഗുളികയും കുറച്ച് ഉപദേശവും തന്നാൽ തീരുന്ന ദുരിതമല്ല എന്റേത്. ഡു നോ ദാറ്റ്? 10 പേരെയാ തൂക്കാൻ വിധിച്ചത്. ഒരെണ്ണം പോലും വേണമെന്ന് വെച്ചിട്ടല്ല. പക്ഷെ അല്ലാണ്ട് വയ്യല്ലോ. കണ്ണടച്ചാലും തുറന്നാലും മുന്നിൽ തെളിയും നാടില്ലാണ്ടായ 10 കുടുംബങ്ങളുടെ കണ്ണീരാണ്. തന്റെ ശാസ്ത്രത്തിൽ അതിനുള്ള മരുന്നില്ല. ഓ, കുറ്റം പറയുന്നവർക്കറിയില്ല ഡോക്ടറെ അനുഭവിക്കുന്നവന്റെ മനസ്സിലെ നീറ്റൽ. ഒരു കുറ്റവാളിയെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ, മറ്റെന്തെങ്കിലും ശിക്ഷ കൊടുക്കാനായി നിയമത്തിന്റെ സഹായം തേടി രാപ്പകൽ കഷ്ടപ്പെട്ട് ഒടുവിൽ അവന് കൊലമരം തന്നെ എന്ന് വിധിക്കേണ്ടി വരുമ്പോൾ ഞാൻ പൊട്ടിക്കരയാറുണ്ട്. പൗലോസൂട്ടിയുടെ വീടല്ലേ ഇത്? അതെ. ആരാത്? എടി രാവിലെ കുഞ്ഞേ, നിന്റെ അമ്മച്ചി എവിടെ പോയടി? അമ്മയ്ക്ക് വെള്ളം പിടിക്കാൻ പോയിരിക്കുന്നേ. ആരാ? മനസ്സിലായില്ലടാ. ഞാനങ്ങ് ടൗണിൽ നിന്ന് വരിക. ഇവിടത്തേക്ക് തന്നെയാണാവോ? അതെ. അങ്ങത്തേക്ക് ഒന്ന് ഇരിക്കാൻ തരാൻ പോലും ഇവിടെ ഒന്നുമില്ല. ഒരു ബെഞ്ചും 2 കസേരും എന്റെ മോന് മേടിക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നും സമ്മതിക്കാതെ ആ കാലന്മാർ എന്റെ മോനെ കൊണ്ടുപോയില്ലേ. ഇപ്പൊ ഒന്ന് ഇരിക്കാൻ തരേ. ഒരു പായ കൊണ്ടിട്ട് കൊടുക്കണേ. അയ്യോ വേണ്ട, സാരമില്ല, ഇവിടെ നിന്നോളാം. അല്ല പൗലോസ് കുഞ്ഞ് എന്റെ മോനെ അങ്ങനെ അറിയായിരിക്കും. നല്ല മനുഷ്യന്മാരെ അവൻ അറിയാണ്ട് വരില്ല. അത്രയ്ക്ക് തങ്കാർന്ന അവന്റെ ഉള്ളു. അങ്ങനെയുള്ള ഒരുത്തിനെ ആ കാലന്മാര് കഴിവേ കയറ്റിയത്. ആണായും പെണ്ണായും എനിക്ക് അവരൊരുത്തരെ ഉണ്ടായിരുന്നുള്ളൂ. നീനാമയെ എന്നെയും മുട്ടന് നീരാത്ത പിഞ്ചു കുഞ്ഞു മക്കളെയും വഴിയാധാരാക്കിയിട്ട് ആ കാലന്മാര് എന്റെ മോനെ കഴിവേ കേട്ടില്ലേ. ഇതിന് ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? അല്ല നിയമം എന്ത് നയം വാങ്ങുന്നേ? ഇവിടെ കാശും പണം ഉണ്ടെങ്കിൽ ആർക്കെന്താ ചെയ്യാൻ പറ്റാത്തത്? അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തത് എന്റെ മോൻ. അത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ എന്തെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ വാക്കത്തി കൊണ്ട് അവനരിഞ്ഞ് ഞാൻ വന്നിരുന്നല്ലേ കഴിമരത്തിലേക്ക്. അല്ല അപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടന്നു പോകുന്നത്? കാര്യങ്ങൾ കഴുത്തോളം മുങ്ങിയ പിന്നെ എന്ത് കാര്യങ്ങളാ മുന്നേ? എരന്നും തെണ്ടിയുള്ള ജീവിതം ചത്തേന് തുല്യ. ഇവളൊരുത്തി വിചാരിച്ച എന്ത് നടക്കാനാ? ഇത് എത്ര ഉണ്ടാവോ പട്ടിണി കിടന്ന് പെടഞ്ഞ് മരിക്കാൻ പോണത്? എന്റെ മോനെ കഴിവേ കയറ്റിയവൻ രക്ഷപ്പെടില്ല. അവനും കയറേ കിടന്ന് പെടഞ്ഞ് ചാവും. ദുഷ്ടായി. അമ്മച്ചെന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല മനസ്സിലായില്ലല്ലോ. ഞാൻ കുറച്ച് ദൂരെ ടൗണിൽ നിന്ന് വരിക. എന്താണാവോ? മോർണിംഗ് വന്നേ. അയ്യോ എന്താ ഇതൊക്കെ? വേണ്ട പോലെ വാങ്ങരുത്.
നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല. ഞാനാണ് പൗലോസ് കുട്ടിയെ തൂക്കാൻ വിധിച്ച ജഡ്ജി. ദ്രോഹി, ഒരയ്ക്ക് കൊടുത്തതിന്റെ പരിഹാരം കൊണ്ടുവന്നിരിക്കുന്നു. അദ്ദേഹം എങ്ങനെയാന്ന് വെച്ചാൽ ആരോടും അധികം അടുപ്പം കാണിക്കാറില്ല. സ്വന്തം കുട്ടികളോട് വരെ, എന്നോട് വരെ. ഓ, ഐ സീ. എന്തോ ഒരു ഭയം പോലെ മനുഷ്യരോടടുക്കാൻ. മിസ്റ്റർ മേനോൻ അങ്ങനെ തോന്നി തുടങ്ങാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ഐ മീൻ ടു സേ. കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഷാരിമോളെ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. ആ ദിവസം അല്ല, അതിന്റെ തലേ ദിവസം തൊട്ടേ പുള്ളി വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ഒരു ചെറിയ അനക്കം കേട്ടാ പോലും അറിയാതെ ഞെട്ടും. എന്റെ കൂടെ ഒരു മുറിയിൽ തങ്ങാൻ വരെ പേടിയായി തുടങ്ങി. അപ്പോ അദ്ദേഹം ഉറങ്ങുന്നത് തനിച്ച അപ്പുറത്തെ ചേംബറിൽ. മിസ്സിസ് മേനൻ, യു മീൻ ടു സേ കഴിഞ്ഞ 5-8 വർഷമായി നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടില്ലെന്നോ? ഡോണ്ട് യു സ്ലീപ് ടുഗദർ? ഓ ഗോഡ്, വെരി സാഡ്, റിയലി കോംപ്ലിക്കേറ്റഡ്. എല്ലാ രാത്രിയിലും അദ്ദേഹം ഉറങ്ങുന്നതിന് മുമ്പ് എന്റെ മുറിയിൽ വരും. ഞാൻ ഉറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ധരിച്ച് എന്റെ ഈ കറുത്ത മറുകിൽ സ്വകാര്യമായി തലോടും. എന്നിട്ട് അദ്ദേഹം ചേംബറിലേക്ക് പോകും. We must do something. But what shall we do? Well, Mrs. Menon, നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമാണ്. And beautiful too. ഒരു സ്ത്രീയിലുള്ള താല്പര്യം നഷ്ടപ്പെടാനുള്ള പ്രായം മിസ്റ്റർ മേനോനായിട്ടുമില്ല. So what I mean is, ഭാര്യയും ഭർത്താവും തമ്മിലായതുകൊണ്ട് ഒരു ഡെലിക്കസിയുടെ പ്രശ്നമൊന്നുമില്ല. മിസ്റ്റർ മേനോനുമായുള്ള ശാരീരിക ബന്ധം ഒന്ന് റിവൈവ് ചെയ്തെടുക്കണം. Somehow you must do it. സ്നിഗ്ധമായ ഒരു ഭാര്യാഭർത്തൃ ബന്ധം നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞാൽ മിസ്റ്റർ മേനോന്റെ പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും.
എന്തായത്? ഒരു സ്വസ്ഥത വരില്ലേ? 2-3 കുട്ടികളുടെ അമ്മയായിട്ടും. എന്നിട്ടെന്താ ഞാൻ സ്റ്റൈലായിട്ട് സമ്മതിച്ചു. അല്ല, അവര് പറയുന്നതിലും കാര്യമുണ്ടേ. ഇത്രയും കാലം വരട്ടെ, ക്വാർട്ടേഴ്സ് കിട്ടട്ടെ, എന്നിട്ടാകാം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്താ, ക്വാർട്ടേഴ്സും കിട്ടി, അച്ഛനും അമ്മയും വിളിച്ചോടുമ്പോ സ്റ്റൈലായിട്ട് അവിടെ കൊണ്ട് താമസിക്കും. ഇനിയിപ്പോ എന്താ താമസം എന്നാ ചോദ്യേ? കടല സർ, കടല സർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോടെ. പുതിയ കടലയാണ് സാർ, ഇപ്പൊ വറുത്ത. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നല്ല കടലയാണ് സാർ. പോടെ കുറച്ച് കടല. ആ, പിന്നീടുള്ള കാര്യം ഞാൻ തുറന്നങ്ങ് പറഞ്ഞു. ആദ്യം അമ്മയെ കയ്യിലെടുത്തു, അമ്മ വഴി അച്ഛനെ. ഞാൻ നിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ ദിവസം അവിടെ വന്ന് നിന്നെ കാണാനിരിക്കുക. അല്ല, ഫോർമലായിട്ടാന്ന് വെച്ചോളൂ. ചേട്ടനില്ലാത്തപ്പോ വന്നാ മതിയായിരുന്നു. പറഞ്ഞോണ്ട് അയാളൊരു വട്ടുലയനാണല്ലോ, കോന്തൻ. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ കാര്യം ചേച്ചിക്കെല്ലാം അറിയാവുന്നതാണല്ലോ. നേരത്തെ സൂചിപ്പിച്ച് ഒരു ബേസ് ഇട്ട് വെക്കണം. പുള്ളിക്കാരി ചേട്ടനെ കയ്യിലെടുത്തോളൂ. അപ്പൊ മോഹനേട്ടന് പറഞ്ഞൂടെ ചേച്ചിയോട്? അത് ശരി, അത് ഞാൻ തന്നെ ചെയ്യണം. ആയിക്കോട്ടെ. പിന്നെ എന്റെ ഏട്ടൻ ഒരാളുണ്ടല്ലോ നാട്ടില്, മൂപ്പരെങ്ങനെ? ഇതന്നെയാ ടൈപ്പ്? ആ രാമേട്ടനോ? കഷ്ടമുണ്ട് കേട്ടോ. രാമേട്ടനെ കുറിച്ച് അങ്ങനെ പറയൂടെ ചെയ്യരുത്. ചേച്ചി ഞാനെന്ന് പറഞ്ഞ അത്രയ്ക്ക് സ്നേഹമാ. എന്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്തായാലും സമ്മതിക്കും. ആ കാര്യം ആശ്വാസായി. എന്റെ ചേച്ചി, ആ ബൈക്കിലുള്ള ഇരിപ്പൊന്ന് കാണേണ്ടതില്ലായിരുന്നു. അങ്ങോട്ട് പേടിച്ച് വിളറി വെളുത്ത് അങ്ങോട്ട് ഒതുങ്ങി കൂടിയിട്ട് ഞാൻ വിചാരിച്ചത് പുള്ളിക്കാരി ബൈക്കിൽ നിർത്തങ്ങ് ചാടിക്കളയുന്ന. ഇങ്ങനെ എന്തൊരു പേടി. പിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, പെട്ടെന്ന് ചേട്ടന്റെ മുന്നിൽ വന്ന് ചാടിപ്പോൾ ആകെ വല്ലാണ്ടായിപ്പോയി. അല്ല, പുള്ളിക്കാരന്റെ ആ നോട്ടോ ഇരിപ്പ് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. കാറിൽ നിന്ന് തല പുറത്തേക്കിട്ടതാ ഇങ്ങനെ. വല്ലതും പറഞ്ഞു പിടിപ്പിച്ചു കളയുമെന്നായിരുന്നു എനിക്ക് പേടി. ചേട്ടന്റെ പ്രകൃതത്തിന് ഇന്നത് പറയാവുന്നുണ്ടോ? നമ്മൾ ഡാഡിയല്ലേ ആള്, അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എടാടാടാ, എന്തായാലും നിങ്ങളുടെ ഡാഡിയാണ് കേട്ടോ. സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ലേ ചേച്ചി? ഞാൻ വരട്ടെ. ചേച്ചി ഒരു മിനിറ്റ്. എനിക്കൊരു തടി ഇങ്ങോട്ടുണ്ട്. പറഞ്ഞ പോലെ
സിഗരറ്റ് ആണോ അതോ കഞ്ചാവും കൂടി ഉണ്ടോ? ഇല്ല, വെറും സിഗരറ്റാ. ഏതായാലും വലിക്കുന്നു. എന്തിനാ വെറും സിഗരറ്റ് ആക്കുന്നത്? കഞ്ചാവും കൂടി ചേർത്ത് വലിച്ചോ. അല്ല, ഇവിടെ ഇപ്പൊ ആർക്കാ എന്താ ആകാൻ വയ്യാത്തത്? വലിച്ചോ. Stop here. Come. Don't blame me. Hi, man. Bye. ചായ. അല്ല, കുട്ടികൾക്കെല്ലാം വെക്കേഷനായി. ഒന്ന് നാട്ടിൽ പോയാലോ എന്ന് കരുതുക. പൊയ്ക്കോളൂ. അതെന്താ അങ്ങനെ? കൂടെ വരുന്നില്ലേ? ഇല്ല. അതെന്താ? വരുന്നില്ല, അത്ര തന്നെ. അപ്പൊ പിന്നെ എങ്ങനെയാ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാനോ? ആരെയാ കൂട്ടിന് വേണ്ടതെന്ന് വെച്ചാ വിളിച്ചോളൂ. ഞാൻ ഏതായാലും വരുന്നില്ല. ഒക്കെ തന്നെത്താനെ അങ്ങ് ആസൂത്രണം ചെയ്തോണ്ടാ മതി. ഇനിയിപ്പോ ഞാൻ അതും കൂടി പഠിപ്പിച്ചു തരണോ? നാട്ടിൽ പോയിട്ട് വേറൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ മോഹന്റെ കല്യാണാലോചന ഏട്ടനോട് പറയണ്ടേ?
കല്യാണാലോചനയോ? ആർക്കാ ഇവിടെ ഇപ്പൊ കല്യാണാലോചന? രോഹിണിക്ക്. ഓ അത് ശരി. കൊള്ളാം കൊള്ളാം. കുറെ നാളായിട്ടുണ്ടല്ലോ കാണണു. മനസ്സിലായി വരാൻ അല്പം താമസിച്ചു പോയിന്നേ ഉള്ളൂ. കൊള്ളാവുന്ന ഒരു ആലോചനയാണ്. അതെയോ? കൊള്ളാമല്ലേ? അത് ശരി. നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. കുടിക്കീട് കണ്ടു നിന്നിട്ട് എന്റെ കൈ തരിക്കണം. വിടുക അങ്ങോട്ട് വിടുക. ഇങ്ങനെ എന്നാലേ മണ്ണടങ്ങും. ആരാത്? ഒന്ന് മാറി നിൽക്കുന്ന താറാൻ എന്റെ മക്കളെ എത്ര നാളായി ഞാൻ എന്റെ മക്കളെ കണ്ടിട്ട്. ശരിമോളെ ഒന്ന് രണ്ട് പതുക്കെ 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 പിടിച്ച് 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 പതുക്കെ അങ്ങനെ വാ. എന്റെ സുധി നീ പിന്നെയും കയറി കൊഴുത്തല്ലോ. അങ്ങനെ പതുക്കെ 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 അങ്ങനെ വാ. മെല്ലെ മെല്ലെ വള്ളം ഞാൻ അടുപ്പിക്കാം പതുക്കെ അങ്ങനെ. വരണ വിവരത്തിൽ നിനക്കെങ്കിലും ഒന്ന് എഴുതാറുള്ളടി രോഹിണി. വാ ശരിമോളെ, മാമനൊന്ന് എടുക്കട്ടെ. അയ്യോ മാമന്റെ മേലാകെ വിയർപ്പാണല്ലോ. അങ്ങനെ ജിഞ്ചിക്കട 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 അല്ലെങ്കിൽ ഇതൊക്കെ നീ കേട്ടാ. നീയും കുട്ടികളും വരുമ്പോ മാത്രമേ എനിക്ക് ഇവിടെ ഉത്സവമുള്ളൂ നിനക്ക് അറിഞ്ഞൂടെ? ആ വിവരത്തൊന്ന് അറിയിച്ചിട്ട് വന്നാൽ എന്താ? ഭാഗ്യത്തിന് ഞാനിവിടെ ഉണ്ട്. ഞാൻ വല്ല പഞ്ചായത്തിന്റെ കാര്യത്തിനോ ദേവസ്വത്തിനോ പോയിക്കായിരുന്നെങ്കിലും വന്ന് കേറിയില്ല. അതിന് മുമ്പ് എപ്പോ തുടങ്ങും പോവാൻ ഒരുക്കം. ഞാൻ കൊടുക്കാം. നീ എന്തായി നോക്കി നിൽക്കണേ? പോയി 8-10 കരിക്കീട് കൊണ്ടുപോയോ? കൂട്ടാത്തിനാണെങ്കിലും ഒന്നുമില്ലല്ലോ. അയ്യപ്പാ നീ ആ റോട്ടിൽ ചെന്ന് തോട്ടിൻകരയിൽ ചാത്തനിരിപ്പുണ്ടാവും. അവന്റെ ഇന്ന് മുഴുത്ത് നോക്കിയിരുന്ന് 4-5 കരിമീൻ മേടിച്ചോ. അപ്പൊ കരിമീനില്ലെങ്കിലോ ബ്രാലായാലോടി? മതി ചേട്ടാ. അയ്യപ്പാ കരിമീനും മേടിച്ചോ ബ്രാലും മേടിച്ചോ? അയ്യോ വന്ന ബഹളത്തില് ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ മറന്നു. നമ്മുടെ വളരെ അടുത്ത ഒരു ഫാമിലി ഫ്രണ്ടാണ് ചേട്ടാ, മിസ്റ്റർ മോഹൻ. എന്ത് ചെയ്യുന്നു? ഞാൻ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൽ ജോലി ചെയ്യാം. വരും ഇരിക്കെ. കൊല്ലാനുള്ള കൂടിയ തിന്നാനുണ്ടാ ശരിക്ക് പിടിക്ക് രോഹിണി. മൂർച്ചയില്ലെന്നേ. അങ്ങോട്ട് വലിച്ചു പിടിച്ചേ. നീ ഒന്ന് ശരിക്ക് പിടിക്കാതിരിക്കില്ലേ? പിന്നെ നീ ഒന്ന് വിട്, ഞാൻ മുറിച്ചോളാം. ഇതെന്തായി കാണിക്കണേ? ഇങ്ങനെ കോഴിയെ നുറുക്ക? ബാല്യക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് തിന്ന് നിങ്ങൾക്ക് ഒരു തരായി. നിങ്ങൾക്കൊക്കെ വല്ല ഐസ്ക്രീമോ പുഡിങ്ങോ ഒക്കെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ വെക്കാം. കണ്ണാരം പൊത്തി കാണാത്ത വഴിയെ പോയി കണ്ണഞ്ചിരട്ടയിൽ മണ്ണപ്പം ചുട്ട് പ്ലാവില കിണ്ണത്തിൽ പായസം വെച്ചു പൂവാലൻ തുമ്പിയൻ കൂട്ടിവായോ ഓടിവായോ. അല്ലല്ല, കണ്ണാരം പൊത്തി കാണാത്ത വഴിയെ പോയി
കന്നിപ്പൂ തൊട്ട് കടിഞ്ഞൂൽ പൂ തൊട്ട് കണ്ണനാമുണ്ണിയുടെ പീലിപ്പൂ തൊട്ട് ഒന്നേ എന്നെണ്ണും മുമ്പോടിവായോ ഓടിവായോ ഓടിവായോ. നെറുകയിൽ നിറന്ന പീലിപ്പൂ കുറുകുഴൽ നിറയെ തേൻകുളിര് നെറുകയിൽ നിറന്ന പീലിപ്പൂ കണ്ണാന്തളി മുറ്റത്തെ അരിമുല്ല പൂങ്കുടിലിൽ അമ്പലപ്രാവല്ല തേൻമൊഴികൾ കുറുകുന്നു തേൻമൊഴികൾ കുറുകുന്നു നെറുകയിൽ നിറന്ന പീലിപ്പൂ ഒക്കെ ഓരോരോ യോഗങ്ങള്, അല്ലാതെന്താ പറയാ. ഇപ്പോ കുഴപ്പമൊന്നുമില്ല എന്നാ നീ പറയണം. പക്ഷേ നിന്റെ മുഖം കണ്ടാലറിയാം അവിടെ കുഴപ്പങ്ങളേ ഉള്ളൂന്ന്. ആ യോഗം അനുഭവിക്കന്നെ.
പലപ്പോഴും വിചാരിക്കും ഒന്നങ്ങോട്ട് ഇറങ്ങണമെന്ന്. നിന്നെയും രോഹിണിയും കുട്ടികളെയും കാണാനുള്ള മോഹം കൊണ്ടാ. പക്ഷെ അങ്ങേരുടെ മുഖം കാണണല്ലോ എന്ന് ഓർക്കുമ്പോ വേണ്ടാന്ന് വെക്കുക. എന്താ കാര്യം? ആർക്കനുഭവിക്കാനാ? ഞാനൊരാളുണ്ട് ഇവിടെ, ഒറ്റയ്ക്ക്. അത് ഏട്ടന്റെ കൂടി വാശിയുണ്ടല്ലേ? കാലാകാലത്തിനും ഇവിടെ ഒറ്റയ്ക്ക് കഴിയാമെന്ന് പറയുന്നത് വാശിയല്ലാണ്ട് പിന്നെ എന്താ? ഏട്ടന് ഇവിടെ ഒരു കൂട്ട് വേണം. ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല. അങ്ങേരെന്തായാലും കോടതിയിലെ പണി അവസാനിപ്പിച്ചു. പിന്നെന്തിനാ നിങ്ങൾ ഇത്ര ദൂരെ പോയി കിടക്കണേ? ആ വീട് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നീയും അങ്ങേരും കൂടെ ഇവിടെ വന്ന് താമസിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ സുഖമായിട്ട് കഴിയാം. അതാ എന്റെ മോഹം. മോഹം ഇല്ലാണ്ടില്ല, പക്ഷേ എനിക്ക് മാത്രം മനസ്സുണ്ടായാൽ മതിയോ? ഡോക്ടർ ചെറിയാൻ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, ഞാനിത് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ. ഓഹോ. ആദ്യം ഞാനിത് ആരോടും പറയണ്ട എന്ന് കരുതി. പിന്നെ തോന്നി പറയാമെന്ന്. ഗുഡ്. ആരോടാ പറയുക എന്നതായി എന്റെ അടുത്ത പ്രശ്നം. ആലോചിച്ചപ്പോൾ ഡോക്ടറോടാകാം എന്ന് വെച്ചു. ദാറ്റ്സ് ഗുഡ്. പക്ഷേ എങ്ങനെ പറയണം എന്നതായി എന്റെ അടുത്ത പ്രശ്നം. ടെൽ മീ. അതിനുള്ള വാക്കുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതായി എന്റെ അടുത്ത പ്രോബ്ലം. പ്രോബ്ലംസ്. കം ഓൺ, ടെൽ മീ. എന്റെ ഭാര്യയും അവളുടെ അനുജത്തിയുടെ കാമുകനെന്ന് നടിക്കുന്ന മോഹനും തമ്മിൽ അവിഹിതമായ ചില ബന്ധങ്ങളുണ്ട്. വാട്ട്? എന്ത് തോന്നിയ പറയുന്നത്? ഞാൻ എഴുതുന്ന ഗുളിക താൻ കഴിച്ചു. ഞാൻ എന്റെ ജീവിതത്തെ ആകെ വിളിക്കുന്ന ഒരു ട്രാജഡിയുടെ കാര്യം പറയുമ്പോഴാണ് തന്റെ ഒരു ഗുളിക. calm down. ഞാൻ എഴുതി തന്ന ഗുളികകൾ സമയാസമയത്ത് കഴിച്ചിരുന്നെങ്കിൽ തനിക്ക് അൺനെസസറി തോട്ട്സ് ഉണ്ടാവില്ല. ഓരോരോ തോന്നലുകൾ. ഇതൊന്നും തോന്നലുകളല്ല. അല്ലാണ്ട് പിന്നെ ഡോക്ടറെ, ഞാൻ ഈ പറയുന്ന മുഴുവൻ സത്യങ്ങളാണ്. അല്ലാണ്ട് പിന്നെ സ്വന്തം ഭാര്യയെ കുറിച്ച് ഇല്ലാ കഥകൾ പറയാൻ ഞാൻ ആരാ? വെറുതെ അനാവശ്യം പറയരുത്. വാട്ട് യു മീൻ? ഐ മീൻ there are truths, most unfortunate truths. What? Yes. Don't do that. എന്താ ഇത് പിള്ളേരെ പോലെ? മിസ്റ്റർ മേനോൻ, ഈ പ്രശ്നം ഞങ്ങളോട് പറഞ്ഞു. യു നോ ഇറ്റ്സ് എ വെരി ഡെലിക്കേറ്റ് മാറ്റർ. മിസ്റ്റർ മേനോന്റെ മനസ്സിന്റെ നില ഞാൻ മനസ്സിലാക്കുന്നു. ഇല്ല ഡോക്ടർ ചെറിയാൻ? Of course. You tell him. എടോ, താൻ ഈ കാര്യം ആരോടും പറയരുത്. അതായത് വീട്ടിലൊക്കെ പറഞ്ഞ് ആ കുട്ടികളുമൊക്കെ. All right. Promise you won't tell anyone. What? ആരോടും പറയില്ലെന്ന്. You have to promise. നാട്ടിലേക്കുള്ള യാത്രയും അവിടുത്തെ താമസമൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? ആയിരിക്കണമല്ലോ. കാറിലും ചങ്ങാടത്തിലും വള്ളത്തിലും ഒക്കെയുള്ള യാത്ര. അവിടെ എത്തിപ്പെട്ടാലോ എല്ലാ സൗകര്യങ്ങളും. ആൾപ്പെരുമാറ്റം കുറവായതുകൊണ്ട് ധാരാളം ഒഴിഞ്ഞ സ്ഥലങ്ങളുള്ള വലിയ വീട്, ഇടുങ്ങിയ ഇടനാഴികൾ, പാമ്പിൻകാവ്, വാഴത്തോപ്പ്. എന്തിന്റെ ആ ഒരു കുറവ്? എല്ലാ സൗകര്യങ്ങളും ഒത്തുകിട്ടിയതല്ലേ. പിന്നെ എന്താണാവോ ഇത്ര പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോകുന്നത്? എന്നാലും ഇത് ആദ്യമായിട്ട് കേൾക്കുകയും കാണുകയും ചെയ്യണേ. ഒരേ രക്തത്തിൽ പിറന്ന ചേച്ചിയും അനുജത്തിയും ഒരാളോട് തന്നെ ബന്ധപ്പെടുക എന്ന് വെച്ചാൽ ഒന്നുകിൽ സ്വന്തം അനുജത്തിയല്ലേ, അവളുടെ ഒരു സ്നേഹബന്ധമല്ലേ എന്ന് കരുതി ചേച്ചി പിന്മാറിക്കൊടുക്കും. അല്ലെങ്കിൽ
ചേച്ചിയുടെ മാംസദാഹമല്ലേ എന്ന് കരുതി അനുജത്തി സ്വയം പിന്മാറണം. ഇത് രണ്ടുമല്ലാണ്ട് നിങ്ങൾക്ക് ഭ്രാന്താണ്. അതെല്ലോ ഭ്രാന്താണ്. ഇനി അത് പറഞ്ഞുകൊണ്ട് പൊലിപ്പിച്ച് എന്നെ എടുത്ത് തളച്ചാൽ കൂടുതൽ സൗകര്യമായല്ലോ. ഗുഡ് മോർണിംഗ് അങ്കിൾ. സുഖം തന്നെയല്ലേ? പിന്നെ യശോദ അന്വേഷിച്ചു. എന്നെയോ? എപ്പോ? ഇപ്പോ അകത്തുണ്ട്. ചെല്ലു ചെല്ലു. ചേച്ചിയുടെ എവിടെ? എന്ത് പറ്റി? നോക്കൂ, കരയല്ലേ? മോഹൻ, ഒന്നിങ്ങോട്ട് വരൂ. ഡോക്ടർ ചെറിയാൻ, ബാലഗംഗാധരൻ ഹിയർ. യശോദയും മോഹനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാനെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തോന്നാ പറഞ്ഞത്? എല്ലാം എന്റെ തോന്നലുകളാണെന്ന് അല്ലേ? ഇപ്പൊ വന്നാ കാണാം. അവർ ചൊല്ലുന്നതേ ഐ മീൻ ജസ്റ്റ് ദാറ്റ്. വന്നാ നേരിട്ട് കാണാം. യു ക്യാൻ സീ വിത്ത് യുവർ ഓൺ നേക്കഡ് ഐസ്. ഒക്കെ ഓരോരോ വിധിയാ, അല്ലാതെ എന്ത് പറയാൻ. നിന്നോട് ഇത് ആദ്യമേ പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാ? യശോദയുടെ അനിയത്തിയാണെങ്കിലും എന്റെ സിന്ധുമുള്ള പോലെ ഞാൻ നിന്നെ കരുതിയിട്ടുള്ളൂ. എന്നാലും മധ്യവയസ്കയായ ഒരു സ്ത്രീക്ക്, ഒരു ചേച്ചിക്ക്, അനുജത്തിയുടെ കാമുകനോട് എന്ന് വെച്ചാൽ അനുജനെ പോലെ കരുതേണ്ട ഒരാളോട് ഇങ്ങനെ ഒരു ബന്ധം തോന്നുക എന്ന് വെച്ചാൽ ആലോചിക്കാൻ കൂടി പറ്റുമോ? പക്ഷേ അതിവിടെ സത്യമായിരിക്കുന്നല്ലോ. ഞാനിതാ വർമ്മയോടും ഡോക്ടർ ചെറിയാനോടും ആദ്യമേ സൂചിപ്പിച്ചതാണ്. ഒക്കെ എന്റെ മനസ്സിന്റെ തോന്നലുകളാത്രേ. എന്ന് വെച്ചാൽ ഭ്രാന്ത് കൊണ്ടുള്ള തോന്നലുകളാണെന്ന് പറയുന്ന എനിക്കത്രേ ഭ്രാന്ത്, അല്ലാതെ ഇതൊന്നും പ്രവർത്തിക്കുന്നവർക്കല്ല.
മോളെ, ഞാൻ പറയാ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതാ ഭ്രാന്ത്. രോഹിണി, leave me alone. ചേച്ചി വന്നില്ലേ? വന്നില്ലേന്നോ? നിങ്ങൾ ഒരുമിച്ചല്ലേ പാർട്ടിക്ക് പോയത്? അതെ. അവിടെ ഒന്നും ചേച്ചി പക്ഷെ നേരത്തെ പോകുന്നില്ലോ. വാട്ട് യു മീൻ? ആരും ഫോണിൽ വിളിച്ചിരുന്നു. ഞാൻ നേരത്തെ പോവാണ്, നിങ്ങൾ പാർട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നോളൂ, ഞാൻ അവിടെ ഉണ്ടാവുന്ന ചേച്ചി പറഞ്ഞത്. ആരുടെ ഫോൺ കാളായിരുന്നു? അതൊന്നും പറഞ്ഞില്ല. വണ്ടി എടുക്കാനാണോ പോയത്? അതെ, വണ്ടി ഞങ്ങളോട് എടുത്തോളാൻ പറഞ്ഞു. ചേച്ചിക്ക് വണ്ടി വേണ്ടാന്നും. എവിടേക്കാണ് പോയെന്ന് പറഞ്ഞില്ല?
പറഞ്ഞില്ല. അത് പതിവില്ലാത്തതാണല്ലോ. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ ഇവിടെ ഉള്ളവർക്കുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എങ്ങനെയും കൂടി തുടങ്ങിയാലോ? വരട്ടെ, നിങ്ങളകത്തേക്ക് വെക്കുള്ളൂ. കുട്ടികൾ എഴുന്നേറ്റില്ലേ? ഇല്ല. ടെലിഫോൺ ബെല്ല് അടിക്കുന്നതോ ഏതെങ്കിലും കാർ വരുന്നതോ കാത്ത് രാത്രി മുഴുവൻ ഞാൻ ഉറക്കളച്ചിരിക്കുകയായിരുന്നു. ഹലോ, എന്താ? നോ നോ നോ, റോങ് നമ്പർ. ഹലോ മിസ്റ്റർ വർമ്മ, ഇത് ഞാൻ മേലാണ്. ഒന്ന് അത്യാവശ്യമായിട്ട് ഇതുവരെ വരണം. അതെ, അത് പറ്റില്ല, ഉടനെ വരണം. ഇറ്റ്സ് സോ അർജന്റ്. ആദ്യം നേരിൽ പറയാം. ഓക്കെ. ഹലോ, ഡോക്ടർ ചെറിയാൻ പ്ലീസ്. എന്താണ്? വളരെ മോശമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. അത് പറയാനാണ് ഞാൻ അത്യാവശ്യമായി നിങ്ങളെ വിളിപ്പിച്ചത്. ഇന്നലെ വൈകിട്ട് ഗോവിന്ദപിള്ളയുടെ വീട്ടിൽ ഒരു മാരേജ് ഉണ്ടായിരുന്നു. യശോദയും രോഹിണിയും കുട്ടികളുമെല്ലാം ഒരുമിച്ചാണ് ഇവിടുന്ന് പോയത്. യശോദ ആരോ ഫോണിൽ വിളിച്ചെന്ന് പറഞ്ഞ് കുട്ടികളെ അവിടെ വിട്ട് അവൾ അവിടുന്ന് പോയി. പക്ഷേ ഇതുവരെ അവൾ ഇവിടെ എത്തിയിട്ടില്ല. എന്ത്? ഒരു വിവരവുമില്ല. എന്ത് ചെയ്യണമെന്നൊരു രൂപമില്ലാതെ ഞാൻ ആകെ തളർന്നിരിക്കുന്നു. എവിടെയെങ്കിലും അന്വേഷിച്ചോ? എവിടെയാണെന്ന് കരുതി അന്വേഷിക്കുക. ദാറ്റ്സ് ട്രൂ. മാത്രവുമല്ല, എവിടെയെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ കൂടി ഞാൻ എന്താ ചോദിക്കുക, എന്താ പറയുക? എന്റെ ഭാര്യയെ കാണാനില്ലെന്നോ? യു നോ ഹൗ എംബാരസിംഗ് ഇറ്റ് ഈസ്. ഇന്നലെ എപ്പോഴാണ് അവർ പാർട്ടിക്ക് പോയത്? ദാറ്റ്സ് ടു സേ അറൗണ്ട് 5 in the evening. ഫോൺ വന്നു എന്ന് പറഞ്ഞത്? രോഹിണിയോട് യശോദ പറഞ്ഞത്. No, I am totally upset. I don't know what has happened. Cool down, Mr. Menon. Don't worry. വിഷമിക്കരുത്. ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്യും? ആരാണ് വിളിച്ചെന്ന്
എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ചേച്ചി പറഞ്ഞില്ല. പാർട്ടി കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോന്നോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ചേച്ചി ഇവിടെ ഉണ്ടാവുമെന്നും. റിസപ്ഷനിൽ യശോദയ്ക്ക് ഫോൺ വന്ന വിവരം ആരാ വന്ന് പറഞ്ഞതെന്ന് മോൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു ആ വീട്ടിലെ ആനിയാണെന്ന്. യശോദയ്ക്ക് വന്ന ഫോൺ കോൾ മോളാണ് അറ്റൻഡ് ചെയ്തതല്ലേ? അതെ. ഏതാണ്ട് എത്ര മണിയായി കാണും? അതെനിക്ക് ഓർമ്മയില്ല. എവിടെ നിന്നാ കോൾ വന്നതെന്നറിയാമോ? ഇല്ല, ഞാൻ ആരാണെന്ന് ചോദിച്ചു. ആരാണെന്ന് പറഞ്ഞില്ല. യശോദാന്റിയെ വിളിക്കാൻ മാത്രം പറഞ്ഞു. അപ്പോ മോൾ യശോദാന്റിയെ വിളിച്ച് ഫോണിനടുത്തേ കൊണ്ടുവന്നു അല്ലേ? അതെ. സംസാരിച്ചത് പുരുഷനായിരുന്നോ സ്ത്രീ ആയിരുന്നോ? പുരുഷനാ. ഓ, പുരുഷൻ തന്നെയായിരുന്നു അല്ലേ? അവര് സംസാരിച്ചത് മോള് കേട്ടോ? ഇല്ല, ഞാൻ അപ്പം തന്നെ പോയി. Calm down, Mr. Menon. Calm down. Relax. അറിഞ്ഞിടത്തോളം വിവരങ്ങൾ വെച്ചാണ് ഞാനീ പറഞ്ഞത്. ഇന്നലെ വൈകിട്ട് ഒരു പുരുഷന്റെ ഫോൺ കോൾ കിട്ടിയതിന് ശേഷമാണ് യശോദ പാർട്ടി സ്ഥലത്തു നിന്നും പുറപ്പെട്ടത്. അതേസമയം തന്നെ യശോദയുടെ ഒരു ഫോൺ കോൾ മോഹനും കിട്ടിയിട്ടുണ്ട്. കമ്പനി ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്തിന് പോകാനിരുന്ന മോഹൻ ഇന്നലെ താൻ റിസർവ് ചെയ്ത ടിക്കറ്റിൽ യാത്ര ചെയ്തിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ വൈകുന്നേരത്തിന് ശേഷം യശോദയെയും മോഹനെയും കാണാനില്ല. So you mean to say അവർ ഒരുമിച്ച് ഒളിച്ചോടിയെന്നോ? മേനോൻ, അതൊരു സത്യമാകാതിരിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷെ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി അതിനുള്ള സാധ്യതകളെ റൂൾ ഔട്ട് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. ഞാനിതെങ്ങനെയാണ് നേരിടുക? ഇത്ര മുൻകൂട്ടി എനിക്ക് സൂചനകൾ ലഭിച്ചിട്ടും ഞാൻ തോറ്റുപോയല്ലോ. I shouldn't have let it happen. ശ്രീമേനോൻ, അവരെ രണ്ടുപേരെയും കാണാനില്ലെന്നുള്ളത് കൊണ്ട് ഒളിച്ചോടിപ്പോയതായിരിക്കണമെന്നില്ല. അതൊരു പ്രോബബിലിറ്റി മാത്രമാണ്. ഇനിയും ഞാനങ്ങ് വിശ്വസിക്കണം അല്ലേ? നോ വർമ്മ, എല്ലാം തോന്നലുകളായിരുന്നു എന്ന് എന്നെ വിശ്വസിപ്പിക്കാനുള്ള നിങ്ങളുടെ ശ്രമമാണ് ഇതിവിടം വരെ കൊണ്ടെത്തിച്ചത്. നോ മോർ ഓഫ് ഇറ്റ്. Don't get upset, Mr. Menon. Let us try to face the reality. അങ്കിൾ, അങ്കിൾ, സത്യത്തിൽ അങ്കിൾ വിശ്വസിക്കുന്നുണ്ടോ എന്റെ ചേച്ചി മോഹനേട്ടന്റെ കൂടെ ഒളിച്ചോടി പോകുമെന്ന്? ഇല്ല, ഒരിക്കലും എന്റെ ചേച്ചിക്കും മോഹനേട്ടനും അങ്ങനെ ചെയ്യാനാവില്ല. സാരമില്ല. You please go and relax. We'll take up the matter.
വാസ്തവത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് എന്റെ മകൻ മോഹനെ കാണാതായതിന്റെ സങ്കടവും ക്ഷോഭവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിൽ തോന്നുന്നത് എന്തും നിങ്ങളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ തയ്യാറായിട്ടാ വന്നതും. മനസ്സിന്റെ ദണ്ണം അത്രയെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോ നിങ്ങളുടെ ഈ തകർച്ച കാണുമ്പോ ഞാനെന്താ പിന്നെ പറയുക? ഇതിന് കാരണക്കാരൻ എന്റെ മകനാന്നുകൂടി വരുമ്പോൾ ചിലപ്പോ കുറെ നാൾ കഴിയുമ്പോ ഈ തിളപ്പങ്ങ് തീരും. അവര് തിരിച്ചു വന്നെന്നും വരും. 1-2 കൊല്ലം കഴിയുമ്പോ ഈ ഒരു സംഭവത്തിന്റെ ചീത്തപ്പേര് മോഹൻ ഇല്ലാണ്ടാവും. അവന് പിന്നെയും ഒരു ജീവിതമുണ്ടാകാം. പക്ഷെ എനിക്കോ? എനിക്കെന്റെ ഭാര്യയെ തിരിച്ചു കിട്ടുമോ? എന്റെ കുട്ടികൾക്ക് അവരുടെ അമ്മയെയും? എനിക്ക് നഷ്ടപ്പെട്ടത് എന്നേക്കുമായിട്ടാ. അവർ ഒളിച്ചോടി പോയതല്ല എന്ന് രോഹിണിക്ക് ഇങ്ങനെ തറപ്പിച്ച് പറയാൻ കഴിയും? എന്റെ ചേച്ചിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല അങ്കിൾ. എന്റെ മോഹനേട്ടന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ്. അത് നിന്റെ വിശ്വാസമല്ലേ മോളെ? അല്ല അങ്കിൾ, ഞങ്ങളുടെ കല്യാണം ഉടനെ നടത്തുന്നതിനെ കുറിച്ച് ചേച്ചി രാമോട്ടനോട് ആലോചിക്കുക കൂടി ചെയ്താണ്. മോഹനേട്ടന്റെ കൂടെ ഒളിച്ചോടിപ്പ് നിൽക്കുന്ന ചേച്ചി അങ്ങനെ ചെയ്യുമോ? എനിക്ക് ഉറപ്പാണ് അവരെങ്ങോട്ടും പോയിട്ടില്ല. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ അങ്കിൾ. എനിക്കാകെ പേടിയാവുന്നു. ആലോചിച്ച് നോക്കുമ്പോൾ വ്യക്തമായ സൂചനകളില്ലെങ്കിലും നിന്റെ ഈ പേടി തീരെ അസ്ഥാനത്താണെന്ന് പറയാൻ എനിക്കും കഴിയുന്നില്ല. അവർ ഒളിച്ചോടിപ്പോയത് തന്നെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോ മറ്റെന്തെങ്കിലും സംഭവിച്ചതുമാകാം. ഞാൻ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ചോദിക്കുമ്പോ മേനെന്തിനാ ഇത്ര ക്ഷോഭിക്കുന്നത്? നിങ്ങളെപ്പോലെ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥൻ വിഡ്ഢിത്തങ്ങൾ പറയുമ്പോൾ പിന്നെ ക്ഷോഭിക്കാതിരിക്കുന്നത് എങ്ങനെ? യശോദയുടെ ഫോൺ കാൾ കിട്ടിയിട്ടല്ലേ മോഹൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? യശോദയെന്ന് അവകാശപ്പെട്ടുകൊണ്ടൊരു സ്ത്രീ മോഹൻ ഫോൺ ചെയ്തു എന്നേ ഞങ്ങൾക്ക് പറയാനാവും. വാട്ട് ഡു യു മീൻ? അതായത് യശോദയുടെ ശബ്ദം തിരിച്ചറിയാൻ ഫോൺ അറ്റൻഡ് ചെയ്ത സ്ത്രീ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള യശോദ ഇത്തരത്തിൽ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെൽ, ലെറ്റ് മീ ആസ്ക്. അവർ ഒളിച്ചോടിയതല്ല, മറ്റെന്തെങ്കിലും സംഭവിച്ചിരിക്കാം എന്ന് ചിന്തിക്കാൻ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഇല്ല. പിന്നെ മിസ്റ്റർ വർമ്മ, എന്റെ കുടുംബത്തോടുള്ള അടുപ്പവും താല്പര്യവും നിങ്ങളുടെ ചിന്തകളെ തന്നെ വഴിതെറ്റിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബന്ധങ്ങൾ ഒരിക്കലും അന്വേഷണത്തെ സ്വാധീനിക്കരുത്. സി, എന്റെ ജീവിതത്തിലെ, എന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. യെസ്, അതെ. ഹോൾഡ് ഓൺ, ഇറ്റ്സ് ഫോർ യു. വർമ്മ ഹിയർ. യെസ്. എപ്പോ? എവിടെ വെച്ച്? നിങ്ങളത് തുറന്നു നോക്കിയോ? വരട്ടെ, ഞാനിപ്പോ വരാം. ഞാൻ വന്നിട്ട് തുറന്നാ മതി. മേനോൻ, ഞാൻ ഇറങ്ങട്ടെ. സം ഒഫീഷ്യൽ മാറ്റർ. സീ യു. കത്ത് മോഹൻ മോളെഴുതിയാണോ? അതെ അങ്കിൾ. എന്തേ വിശേഷിച്ച്? അത് കണ്ടിട്ട് കുറച്ചു ദിവസങ്ങളായി.
ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ മോഹനേട്ടൻ ഇങ്ങോട്ട് വരാറേ ഇല്ല. അന്ന് തിരുവനന്തപുരത്തിന് പോണെന്ന് പറഞ്ഞു. പോണതിന് മുമ്പ് ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഒരു കത്തെഴുതി പണിക്കാരത്തിരെ കൊടുത്തേക്കായിരുന്നു. എന്നിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടോ? ഇല്ല അങ്കിൾ, ഞാനൊരു കത്ത് കൊടുത്തയച്ചാൽ മോഹനേട്ടൻ വരാതിരിക്കുണ്ടായിട്ടില്ല. പക്ഷെ അന്ന് മാത്രം. അതുകൊണ്ടാണ് എനിക്ക് പിന്നെയും പേടി. ഈ കത്ത് ഇതെങ്ങനെ നനഞ്ഞത്? അങ്കിളിന് ഇത് എവിടുന്ന് കിട്ടി? മോഹനേട്ടൻ വീട്ടിൽ നിന്നാണോ? അല്ല. പിന്നെ? പറയൂ അങ്കിൾ, പ്ലീസ്. കടൽ തീരത്തറിഞ്ഞ മോഹന്റെ ബ്രീഫ് കേസിൽ നിന്ന്. അപ്പോ വെറുതെ, യെസ്, വെറുതെ ഒന്ന് ചുറ്റിക്കാൻ. നിങ്ങൾ ആ ബ്രീഫ് കേസിനെ ചൊല്ലി തല വഹിക്കുമ്പോ അവർ ഊട്ടിയോ കന്യാകുമാരിയോ പോലുള്ള ഏതെങ്കിലും ഒരു സുഖവാസ കേന്ദ്രത്തിൽ ഇണ ചേരുകയാവും. അതിന് യശോദയും മോഹനും ഈ നഗരം വിട്ടു പോയിട്ടില്ല. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഇപ്പോഴും ആ പഴയ പല്ലവി തന്നെ പാടുകയാണ് നിങ്ങൾ. നോ മേനോൻ, അവരെങ്ങും പോയിട്ടില്ല. തെളിവുകളുണ്ടല്ലോ. തെളിവുകളില്ല. മാത്രമല്ല, അവർ ജീവിച്ചിരിപ്പില്ല എന്നതിന് തെളിവുകളുണ്ട്. എന്ത്? അവർ ജീവിച്ചിരിപ്പില്ലെന്നോ? അപ്പോൾ അവർ ആത്മഹത്യ ചെയ്തിരിക്കാമെന്നോ? ഇല്ല, അവർ ആത്മഹത്യ ചെയ്തിട്ടില്ല. Why not? They had an affair. ഒരു നാറിയ ബന്ധം എന്ന് നിങ്ങൾ പറയുന്നു. ഖമാൻ വർമ്മ, അവരുടെ ബന്ധത്തിന് ഒരിക്കലും ആരുടെയും അംഗീകാരം കിട്ടുകയില്ല എന്ന് ഉറപ്പായപ്പോൾ ആ നിരാശയുടെ പേരിൽ നോ, നിങ്ങൾ ആരോപിക്കുന്നത് പോലെ അല്ല. സ്വന്തം അനുജത്തിയുടെ കാമുവിനെ തട്ടിയെടുക്കാൻ മനസ്സ് വരുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ അംഗീകാരം ഒരു പ്രശ്നമല്ല. ഇല്ല, എന്റെ ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ആത്മഹത്യ ചെയ്യാനായിരുന്നെങ്കിൽ 5-8 വർഷം മുൻപേ ചെയ്യേണ്ടിയിരുന്നു. ചേട്ടന്റെ കൂടെ ഇത്രയും കാലം എല്ലാം സഹിച്ചു കഴിയാമെങ്കിൽ എന്റെ ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ചെയ്യാതെ യു കീപ് യുവർ മൗത്ത് ഷട്ട്. മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ കുട്ടികൾ കടന്നു വരണ്ട. പക്ഷെ അവൾ പറയുന്നതിലും കാര്യമുണ്ട് വേനൻ. എന്ത് കാര്യം? നോൺസെൻസ്. ഡു യു ഹിയർ വാട്ട് ഷി വാസ് ടോക്കിംഗ് അബൌട്ട്? ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യം അത് ഇവൾക്കറിയാ, അതോ എനിക്കോ? സി മിസ്റ്റർ വർമ്മ, നഷ്ടപ്പെട്ട കാമുകനെ കുറിച്ചുള്ള ഫീലിംഗ്സിൽ മനസ്സിന്റെ സമനില തെറ്റിയ ഒരു പെൺകുട്ടിയുടെ വാക്കുകളിൽ കാര്യമില്ല. ഞാൻ അടിസ്ഥാനമാക്കുന്നത് തെളിവുകളെയാണ്. അതെ, തെളിവുകൾ. പക്ഷെ നിങ്ങളുടെ തെളിവുകൾ എവിടെ? മാരേജ് റിസപ്റ്റ് പോയ യശോദയ്ക്ക് ഒരു തോന്നുന്നു. യെസ്, അവരവിടെ നിന്നും പുറപ്പെട്ടു. ആ മോഹനെ വിളിച്ച ശേഷം? യെസ്, യു ആർ റൈറ്റ്. യശോദ പോകുന്നത് സ്വന്തം കാറിലല്ല, ടാക്സിയിലാണ്. മേ ബി. ആ ടാക്സിക്കാരനറിയാം അവരെവിടെ ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന്. ഷുവർ. ആ ടാക്സിക്കാരൻ പറയുന്നത് യശോദ വന്ന് ഇറങ്ങിയത് ഈ ബംഗ്ലാവിന്റെ ഗേറ്റിന് മുമ്പിലാണെന്ന്. ഗേറ്റിന് മുമ്പിൽ? ഗേറ്റിനകത്തല്ല, പുറത്ത്. ഗേറ്റിന് മുമ്പിൽ പുറത്താണ് വന്നിറങ്ങിയത്. See how intelligent that woman is. ആളുകളെ ചുറ്റിക്കാനുള്ള ഓരോരോ സൂത്രങ്ങൾ. ഇവിടെ ഗേറ്റിന് മുമ്പിൽ വന്നിറങ്ങുക, എന്നിട്ട് ടാക്സിക്കാരന് പണം കൊടുത്ത് പറഞ്ഞേക്കുക. അയാൾ പോയി കഴിഞ്ഞു എന്ന് പൂർണ്ണബോധ്യം വന്നപ്പോൾ ഇവിടെ നിന്നും 2-3 ഫർലാങ് നടന്നു ചെന്ന് വേറൊരിടത്തു നിന്നും മറ്റൊരു ടാക്സിയിൽ കയറി വീണ്ടും യാത്ര തുടരുക. എടോ, താൻ കുറെ നേരമായിട്ട് ആളിനെ ചുറ്റിക്കുന്നു. ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. പല ഇനത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. But it is the worst case I have ever seen. തന്റെ അഭിപ്രായം ആരാ ചോദിച്ചത്? ഡോക്ടർ ചെറിയാൻ, പ്ലീസ്. I'm sorry. മേനോൻ, യശോദ ഇവിടെ വന്നിറങ്ങിയതിന് ശേഷം മറ്റെങ്ങും പോയിട്ടില്ല. പിന്നെ അവർ നേരെ അകത്തേക്ക് തന്നെ വന്നു. അതെങ്ങനെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ്, ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് പറയൂ. ഇനി പറയേണ്ടത് ഞങ്ങളല്ല, യു. നിങ്ങളാണ് ഈ കൊല ചെയ്തത്. മാരേജ് റിസപ്ഷനിൽ യശോദയ്ക്ക് ടെലിഫോൺ ചെയ്തത് ഞാനായിരുന്നു. കുട്ടനാട്ടിൽ നിന്നും അവളുടെ രാമേട്ടൻ വന്നിട്ടുണ്ടെന്ന് ഞാനൊരു കള്ളം പറഞ്ഞു. ഉടനെ വരാനും വരുന്നതിന് മുമ്പ് മോഹനെ കൂടെ വിളിക്കാനും ഞാൻ ആവശ്യപ്പെട്ടു.
രാമേട്ടൻ എവിടെ? ഓ, രാമേട്ടനൊന്നും വന്നില്ല. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കിരുന്നപ്പോ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. നിന്റെ മുഖം, നിന്റെ ശബ്ദം, നിന്റെ മണം, നീ. അല്ല, ചേച്ചി ഫോൺ ചെയ്തിരുന്നു, ഉടനെ വരാൻ പറഞ്ഞു. I forgot it. Come on.
ചുമ്മായിരിക്കാം. എന്തെങ്കിലും ശോഭ അവരുടെ ശാപം എനിക്കതിൽ നിന്നും മോചനം കിട്ടണമെങ്കിൽ ഞാൻ അവരിൽ ഒരാളായി തീർന്നേ പറ്റൂ. പക്ഷേ അതിന് നിയമം എന്നെ ശിക്ഷിക്കണം. ശിക്ഷിക്കണമെങ്കിൽ ഞാൻ കുറ്റം ചെയ്യണം, കൊല തന്നെ ചെയ്യണം. വഴികൾ അന്വേഷിച്ചു. അപ്പോഴാണ് എന്റെ ഭാര്യയും മോഹനും തമ്മിൽ അതൊരു സാധ്യതയായി ഞാൻ കണ്ടു. ഞാനത് വിശ്വസിച്ചപ്പോൾ, നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ വിധിന്യായം ഞാൻ തന്നെ എഴുതുകയായിരുന്നു. ഞാൻ കണ്ട കൊലമരം തൊട്ടു മുന്നിലുണ്ടിപ്പോൾ. ആ 10 പേരുടെ കൂടെ അവരിലൊരുവനായി, 11ാമനായി, കറുത്ത മേലങ്കി അണിഞ്ഞ് കഴുത്തിൽ കുരുക്കുമായി അവരോടൊപ്പം ഞാനും 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 ഞാനും